ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹവുമാണ് മെർക്കുറി. കൗതുകമുളവാക്കുന്ന മെർക്കുറി എന്ന കുഞ്ഞൻ ഗ്രഹത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹവുമാണ് മെർക്കുറി അഥവാ ബുധൻ. ബുധൻ ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഏകദേശം 88 ഭൗമദിനങ്ങൾ എടുക്കും. ഇത് സൂര്യൻ്റെ എല്ലാ ഗ്രഹങ്ങളിലും ഏറ്റവും ചെറുതാണ്. ബുധന് ഒരു സോളിഡ് സിലിക്കേറ്റ് ക്രസ്റ്റ് പാളിയും ഒരു സോളിഡ് മാൻറ്റിൽ പാളിയും അയേൺ സൾഫൈഡ് ഔട്ടർ കോർ പാളിയും ഒരു സോളിഡ് ഇന്നർ കോർ പാളിയും ഉള്ളതായി കാണപ്പെടുന്നു. ബുധൻ്റെ ഉപരിതലം ചന്ദ്രൻ്റെ ഉപരിതലത്തിന് സമാനമാണ്. ഇത് വിസ്തൃതമായ സമതലങ്ങളും കനത്ത ഗർത്തങ്ങളും കാണിക്കുന്നു. ഇത് കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിശാസ്ത്രപരമായി നിർജീവമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ചൊവ്വയുടെയോ ചന്ദ്രൻ്റെയോ ഉപരിതലത്തേക്കാൾ വൈവിധ്യമാർന്നതാണ്. ഇവ രണ്ടും മരിയയെയും പീഠഭൂമിയെയും പോലെ സമാനമായ ഭൂഗർഭശാസ്ത്രത്തിൻ്റെ ഗണ്യമായ വ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നു. ബുധനിലെ ഗർത്തങ്ങൾ ചെറിയ പാത്രത്തിൻ്റെ ആകൃതിയുള്ള അറകൾ മുതൽ നൂറുകണക്കിന് കിലോമീറ്റർ കുറുകെയുള്ള മൾട്ടി റിംഗ് ഇമ്പാക്റ്റ് ബേസുകൾ വരെ വ്യാസമുള്ളവയാണ്. താരതമ്യേന പുതുമയുള്ള ഗർത്തങ്ങൾ മുതൽ അധികം ജീർണിച്ച ഗർത്തങ്ങളുടെ അവശിഷ്ടങ്ങൾ വരെ നശീകരണത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അവ പ്രത്യക്ഷപ്പെടുന്നു. മെർക്കുറിയിലെ ഗർത്തങ്ങൾ ചാന്ദ്രഗർത്തങ്ങളിൽ നിന്ന് സൂക്ഷ്മമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം അവ പുറന്തള്ളുന്ന പ്രദേശം വളരെ ചെറുതാണ്. ബുധൻ്റെ ശക്തമായുള്ള ഉപരിതല ഗുരുത്വാകർഷണത്തിൻ്റെ അനന്തരഫലമാണ് ഇത്. 1550 കിലോമീറ്റർ വ്യാസമുള്ള കലോറസ് പ്ലാനിറ്റിയ അഥവാ കലോറസ് ബേസിൻ ആണ് ഏറ്റവും വലിയ ഗർത്തം. ബുധൻ്റെ ഉപരിതല താപനില 100 മുതൽ 700 കെൽവിൻ വരെയാണ്. ഗ്രഹത്തിൻ്റെ ഇരുണ്ട ഭാഗത്ത് താപനില ശരാശരി 110 കെൽവിൻ വരെയാണ്. ബുധൻ്റെ ഉപരിതലത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കാരണം ഇത് 4 മുതൽ 10 മടങ്ങ് വരെ കൂടുതലാണ്. മറ്റ് ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബുധൻ പര്യവേഷണം ചെയ്യാൻ പ്രയാസമാണ്. അതിലെത്താൻ ആവശ്യമായ വേഗത താരതമ്യേന കൂടുതലാണ്. കൂടാതെ സൂര്യനുമായുള്ള അതിൻ്റെ സാമീപ്യം ഒരു ബഹിരാകാശ പേടകത്തെ അതിനു ചുറ്റുമുള്ള സ്ഥിരമായ ഭ്രമണപഥത്തിലേക്ക് മാറ്റുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ബുധനെ ഭ്രമണം ചെയ്ത ആദ്യത്തെ പേടകമായിരുന്നു മെസ്സഞ്ചർ. ബുധൻ്റെയും ശുക്രൻ്റെയും അന്തരീക്ഷം, ഉപരിതലം, ഭൗതിക സവിശേഷതകൾ എന്നിവ നിരീക്ഷിക്കുക എന്നതായിരുന്നു മറൈനർ 10 നാസയുടെ പ്രാഥമിക ലക്ഷ്യം. $98 ബില്യൺ താഴെ ചെലവിൽ പൂർത്തിയാക്കിയ ദൗത്യമായിരുന്നു ഇത്. മറൈനർ 10 1973 നവംബർ 3 പുലർച്ചെ 12:45 കേപ്പ് കനറാവലിൽ നിന്ന് വിക്ഷേപിച്ചു. ബുധൻ സൂര്യനോട് വളരെ അടുത്തായതിനാൽ റൂട്ടിൽ ബുധനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭ്രമണപഥം സംയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറൈനർ 10 സൂര്യനെ വലം വെച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ശുക്രൻ്റെ ഗുരുത്വാകർഷണ മണ്ഡലം ഉപയോഗിച്ച് ഉപഗ്രഹത്തെ ത്വരപ്പെടുത്തി. പിന്നീട് 1974 മാർച്ച് 29 സൂര്യനിലേക്ക് പറക്കുമ്പോൾ അത് ബുധൻ്റെ അടുത്തുകൂടി കടന്നുപോയി. ബുധൻ്റെ വളരെ അടുത്തുനിന്ന് നടത്തിയ ആദ്യത്തെ നിരീക്ഷണമായിരുന്നു ഇത്. ബുധനിലേക്ക് അയച്ച മറ്റൊരു ദൗത്യമായിരുന്നു മെസ്സഞ്ചർ. ഇതിൻ്റെ പൂർണ്ണരൂപം മെർക്കുറി സർഫസ് സ്പേസ് എൻവയോൺമെൻറ്റ് ജിയോകെമിസ്ട്രി ആൻഡ് റേഞ്ചിങ് എന്നാണ്. മോശം കാലാവസ്ഥ കാരണം ഈ ദൗത്യം ഒരു ദിവസത്തെ താമസത്തിന് ശേഷം 2004 ഓഗസ്റ്റ് 3 കേപ്പ് കനറാവിൽ നിന്ന് വിക്ഷേപിച്ചു. ബുധനെ ചുറ്റിപ്പറ്റിയുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നതിന് ഏകദേശം 6.5 വർഷമെടുത്തു. ഉപഗ്രഹത്തിൻ്റെ വേഗത ശരിയാക്കാൻ അത് ഭൂമി, ശുക്രൻ, ബുധൻ എന്നിവയുടെ നിരവധി ഗുരുത്വാകർഷണ സിംഗിൾ ഷോട്ട് ഫൈബകൾ ഏറ്റെടുത്തു. ഇത് 2005 ഫെബ്രുവരിയിൽ ഭൂമിയെയും തുടർന്ന് 2006 ഒക്ടോബറിൽ ശുക്രനെയും കടന്നുപോയി. ഭ്രമണപഥത്തിൽ നിന്ന് ബുധൻ്റെ സവിശേഷതകളും പരിസ്ഥിതിയും പഠിക്കുന്നതിനായി മെസ്സഞ്ചർ ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായി ദൗത്യത്തിൻ്റെ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ: ബുധൻ്റെ ഉപരിതലത്തിലെ രാസഘടനയുടെ സ്വഭാവം പഠിക്കുക, ഭൂമിശാസ്ത്രത്തിലെ ചരിത്രം പഠിക്കുക, ബുധൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുക, കോറിൻ്റെ വലിപ്പവും അവസ്ഥയും നിർണ്ണയിക്കുക, ധ്രുവങ്ങളിലെ അസ്ഥിരമായ ഇൻവെൻട്രി നിർണ്ണയിക്കുക,
എക്സോസ്ഫിയറിൻ്റെ സ്വഭാവം പഠിക്കുക എന്നിവയാണ്. ഈ വീഡിയോയിലൂടെ ബുധനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ബുധൻ്റെ കൂടുതൽ സവിശേഷതകൾ കമൻറ്റ് ചെയ്യൂ.